Yes, good morning students. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സക്സഷൻ പ്ലാനിങ്ങും അതിൻ്റെ എന്തായിരുന്നു സക്സഷൻ പ്ലാനിങ് എന്നുള്ളതും പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് പ്രോസസ് അല്ലേ. സക്സഷൻ പ്ലാനിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ഒരു സ്റ്റെപ്സ് ആയിട്ട് വരുന്നതാണ്. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദ കീ പൊസിഷൻസ് ഓർ കീ ഗ്രൂപ്പ്സ്. ദെൻ സെക്കൻഡ് വൺ, ഐഡന്റിഫൈയിങ് കോമ്പിറ്റൻസീസ്. Then third one, identifying and accessing potential candidates. Then fourth one, learning and development plans. And last one, implementation and evaluation. ഇതായിരുന്നു സക്സഷൻ പ്ലാനിങ് പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ സക്സഷൻ പ്ലാനിങ് എന്ന് പറയും. അപ്പൊ എന്തായിരുന്നു സക്സഷൻ പ്ലാനിങ് എന്നുള്ളത്? അത് നമുക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് tracking the high potential employees who will be able to fill to the top management positions അല്ലെ. അപ്പൊ അവിടെ ഇനിയിപ്പോ ഇതൊരു സക്സഷൻ പ്ലാനിങ് ഇറ്റ് ഈസ് എ കോൺഷ്യസ് പ്ലാനിങ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മള്. കോൺഷ്യസ് പ്ലാനിങ് അല്ലെങ്കിൽ കോൺഷ്യസ് ഡിസിഷൻ ബൈ ആൻ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു ഫോസ്റ്റർ ആൻഡ് പ്രൊമോട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ് ആൻഡ് എൻഷുർ ദാറ്റ് ദ key positions and maintain the measure of the stability. Okay, അപ്പൊ അതാണ് സക്സഷൻ പ്ലാനിങ്ങും പിന്നെ അതിന്റെ സ്റ്റെപ്സ് ഓർ പ്രോസസ്സും 5 പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്നത് മാക്രോ ആൻഡ് മൈക്രോ ലെവൽ ഇഷ്യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ HRPയിലെ വരുന്ന ഇഷ്യൂസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മാക്രോ ഇഷ്യൂസ് ആൻഡ് മൈക്രോ ഇഷ്യൂസ്. മാക്രോ ആൻഡ് മൈക്രോ ലെവൽ ഇഷ്യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പറഞ്ഞു ഹാസ് ബോത്ത് മാക്രോ ആൻഡ് മൈക്രോ ലെവൽസ് ഇഷ്യൂസ്. ഇതില് ഓരോന്നും എടുത്തു പറയുകയാണെങ്കിൽ മാക്രോ ലെവൽസ് പറയുമ്പോൾ മാക്രോ ലെവൽസ് ഇൻക്ലൂഡ്സ് ദ ഡെമോഗ്രാഫിക്കൽ ചേഞ്ചസ്, അതുപോലെ ലീഗൽ ഇഷ്യൂസ്, ലീഗൽ സെൻട്രൽ, ദെൻ പോളിസീസ് ആൻഡ് മേക്സ് ടെക്നോളജി എക്സെട്ര. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? മാക്രോ ലെവൽ ഇഷ്യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങില് വരുന്നത്. ഏതൊക്കെയാണ്? മാക്രോ ലെവൽസ് ഇൻക്ലൂഡ്സ് ഡെമോഗ്രാഫിക് ചേഞ്ചസ്, ലീഗൽ സെൻട്രൽ, ദെൻ പോളിസീസ് ആൻഡ് മേക്സ് ടെക്നോളജി എക്സെട്ര. അതൊക്കെയാണ് മൈക്രോ ലെവൽസ് ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് മൈക്രോ ലെവൽസ് ഇഷ്യൂസ് ഇൻക്ലൂഡ്സ് മൈക്രോ ലെവൽസിൽ വരുന്നത് ഓർഗനൈസിംഗ് റീസ്ട്രക്ചറിങ്, അതുപോലെ സ്കിൽസ്, സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്, ട്രേഡ് യൂണിയൻസ് എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് മൈക്രോ ലെവലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വരുന്നത് ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ്, സ്കിൽസിന്റെ കേസിൽ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്, ദെൻ ട്രേഡ് യൂണിയൻസ് എക്സെട്ര. ആ ഒരു ടൈപ്പ് ഇഷ്യൂസ് ആണ് എന്ത്? മൈക്രോ. അപ്പൊ ഇത് നമുക്ക് മാക്രോ ആൻഡ് മൈക്രോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാം ഒന്ന് കൺട്രോളബിൾ ആണ്, മറ്റൊന്ന് അൺകൺട്രോളബിൾ ആണ്. മൈക്രോ എന്ന് പറയുമ്പോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ, അതുകൊണ്ടാണ് ഓർഗനൈസേഷനിൽ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ഉള്ളിൽ തന്നെ വരുന്നത്, ആ ചെറിയ പരിധിക്കുള്ളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ കൺട്രോളബിൾ. മൈക്രോ എന്ന് പറയുമ്പോൾ കൺട്രോളബിൾ ആയിരിക്കും. ദെൻ മാക്രോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അൺകൺട്രോളബിൾ ഫാക്ടർ ഇൻ ദ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അതായത് എന്തുകൊണ്ടാണ്? വിത്തൗട്ട് ദ ഓർഗനൈസേഷൻ ആണ്. മാക്രോ എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിന്റെ പുറത്തു നിന്നുള്ള ഇഷ്യൂസ് ആണ് എന്തിൽ വരുന്നത്? ഇത്തരം മാക്രോ ലെവൽസിൽ ഇൻക്ലൂഡബിൾ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്രോ ഇഷ്യൂസ് അല്ലെങ്കിൽ മാക്രോ ഈസ് അൺകൺട്രോളബിൾ ഫാക്ടർ ആൻഡ് മൈക്രോ ലെവൽ ഈസ് കൺട്രോളബിൾ ഫാക്ടർ എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലെ അതിന്റെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹാസ് ദ ബോത്ത് മാക്രോ ആൻഡ് മൈക്രോ ലെവൽ ഇഷ്യൂസ് രണ്ടും വരുന്നുണ്ട്. അതിൽ മാക്രോ ലെവൽസിൽ വരുന്ന എന്താണ്? ഡെമോഗ്രാഫിക് ചേഞ്ചസ്, ലീഗൽ സെൻട്രൽ, പോളിസീസ് ആൻഡ് മാർക്കറ്റ്സ്, ടെക്നോളജീസ് എക്സെട്ര. Then micro levels includes organizational restructuring, skills, strategic objectives, trade unions, etc. അതിലെ മാക്രോ ഈസ് അൺകൺട്രോളബിൾ
factor, and micro level is controllable factor എന്നും പറയാം. ഇനി ഇതിൽ നമുക്ക് മാക്രോ ലെവൽസ് പ്ലേസ് ആൻഡ് ഇമ്പോർട്ടന്റ് ലെവൽസ് ഇൻ ഇന്ത്യ. ഈ മാക്രോ ലെവൽസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. മാക്രോ ലെവൽസിൽ വരുന്നത് മാക്രോ ലെവൽസ് പ്ലേസ് ആൻഡ് ഇമ്പോർട്ടന്റ് ലെവൽ ഇൻ ഇന്ത്യ. അപ്പോ ഇറ്റ്സ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എനി കൺട്രി. അല്ലെ, ഒരു രാജ്യത്തിന്റെ ഏത് രാജ്യത്തിന്റെ ആണെങ്കിലും അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് എന്തായിട്ട് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ലോങ് ടേം ഇക്കണോമിക് ഗ്രോത്ത്. അല്ലെ, ഇനിയിപ്പോ ഫോർ എ ഡെവലപ്പിംഗ് ഇക്കോണമി ലൈക്ക് ഇന്ത്യ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് ഇക്കോണമി ആയിട്ടാണ്, വികസ്വര രാജ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലെ, അപ്പോ ഇറ്റ്സ് ഫോർ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ സച്ച് ഇമ്പോർട്ടന്റ് ഈസ് മോർ. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാല് അതിൽ മറ്റേതിനേക്കാളും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. This is more visible for our economic planning as governments over the years has been the giving increasing policy and the priority to population planning of the and control education, health, അതുപോലെ ഹൗസിംഗ്, ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതായത് ഇക്കണോമിക് പ്ലാനിങ്ങിലെ ഗവൺമെന്റിന്റെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്, ഒരു ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. എങ്കിലും ദിസ് ഇസ് മോർ വിസിബിൾ അവർ ഇക്കണോമിക് പ്ലാനിങ്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഇക്കണോമിക് പ്ലാനിങ്ങില് എന്താണ് ചെയ്യുന്നത്? ഓവർ ദ ഇയേഴ്സ് ഹാസ് ബീൻ ഗിവിംഗ് ദ നെസസറി ഓർ ദ ഗിവിംഗ് ദ ഇൻക്രീസിംഗ് പ്രയോറിറ്റി ടു പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിൽ വളരെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ, വികസ്വര രാജ്യമാണെങ്കിലും പോപ്പുലേഷന്റെ കേസിൽ എങ്ങനെയാണ്? ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ്, ഇതിനൊക്കെ തന്നെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് എന്ത്? ഇന്ത്യ ഗവൺമെന്റിന്റെ ആയിട്ട് വരുന്നത്. അതിനാണ് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും പ്രയോറിറ്റി കൊടുക്കുന്ന ഓരോ ടേംസും എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ടു എൻഫോഴ്സ്, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം. എന്തിനാണ്? നമ്മുടെ ഈ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അതിൽ നമ്മൾ മാക്രോ ലെവൽസ് അതിലാണ് വരുന്നത്. അപ്പൊ പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ടു എൻഫോഴ്സ് ദ കൺട്രോൾ ഓവർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അതായത് ഇങ്ങനെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു പോപ്പുലേഷന്റെ അതിന്റെ എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു കൺട്രോൾ. Then population planning and control measures have been initiated by the government. അപ്പൊ ആ രീതിയിലുള്ള എന്താണ് പോപ്പുലേഷൻ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കൺട്രോൾ മെഷേഴ്സ് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്ത് മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് വരികയാണ്. ഏതാണ്? ടു എൻഫോഴ്സ് ദ കൺട്രോൾ ഓവർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ or population planning and control measures have been initiated by the government. Then unless such control is enforced in the planned manner, no amount of institutional support can sustain and resulting in generation of the unproductive population which will remain a drain on our national resources. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അൺലെസ് സച്ച് കൺട്രോൾ ഈസ് എൻഫോഴ്സ്ഡ് ഇൻ പ്ലാൻഡ് മാനർ. നമ്മൾ ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ പ്ലാൻഡ് മാനർ എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നോ എമൗണ്ട് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ക്യാൻ സസ്റ്റെയിൻ ആൻഡ് റിസൾട്ടിങ് ഇൻ ജനറേഷൻ ഓഫ് അൺപ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ. അനാവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ്സ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സസ്റ്റെയിൻ ആൻഡ് റിസൾട്ടിങ് ഇൻ ജനറേഷൻ ഓഫ് ദ അൺപ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ. ആ രീതിയിലെ എന്താണ്
ഒരു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനും അതിന്റെ നാഷണൽ റിസോഴ്സസ് നിലനിർത്താനും അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു. അതൊന്നാണ് ഇത് പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പൊ ഫസ്റ്റ് വൺ പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ പറയുന്നത് ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ. സെക്കൻഡ് പോയിന്റ് ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ. ഇവിടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇൻ 1986, അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുമ്പോൾ 1986 ആണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 പ്രൊവൈഡ്സ്. അതിലെന്താ പറയുന്നത്? എ ബ്രോഡ് ഫ്രെയിംവർക്ക് ഇൻ ദ കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ ഓഫ് ലിറ്ററസി. അപ്പോൾ ആ രീതി ഈ ഒരു പോളിസിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് ഫോർ ദ കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ ഓഫ് ലിറ്ററസി. ഇല്ലിറ്ററസി എന്ന് പറയുന്നത് കംപ്ലീറ്റ് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പോളിസി കൊണ്ട്. അതായത് നിരക്ഷരത എന്നുള്ളത് കംപ്ലീറ്റ് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ കൺട്രി ബൈ ഡിക്ലെയറിംഗ് ദ ബേസിക് പ്രൈമറി ലെവൽ എഡ്യൂക്കേഷൻ free and compulsory to strengthen the institutional infrastructure for education. അപ്പൊ ഇവിടെ അതിന്റെ ഭാഗമായിട്ടാണ് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് പ്രൈമറി എഡ്യൂക്കേഷൻ, ഫ്രീ ആയിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നതും അതുപോലെ കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധമായും പഠിക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധമായും ഇത് പഠിച്ചേ മതിയാവും, കമ്പൽസറി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. The policy emphasizes on increased government on the non-government expenditure. ഇപ്പൊ 2 പോയിന്റ് ആയല്ലോ, പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ദെൻ സെക്കൻഡ് വൺ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ. ദെൻ തേർഡ് വൺ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ. ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ. ഇവിടെ ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോൾ റിഫോംസ് ആർ അനദർ റിക്വയർഡ് ഇനീഷ്യേറ്റീവ് ഫോർ ദ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് അറ്റ് ദ മാക്രോ ലെവൽ. മാക്രോ ലെവലിൽ വരുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ഫാക്ടർ ആയിട്ട് പറയുന്നതാണ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ എന്ന് പറയുന്നത്. ഇൻ ദിസ് റെസ്പെക്ട് ഇന്ത്യ ഹാസ് റെക്കോർഡഡ് ദ ഡിസ്പാരിറ്റി ആൻഡ് റീജിയണൽ ബാലൻസസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇന്ത്യ ഹാസ് ദ റെക്കോർഡഡ് ഡിസ്പാരിറ്റി ആൻഡ് ദ റീജിയണൽ ബാലൻസസ്. അതായത് ആ റീജിയണൽ പ്രാദേശികമായിട്ടുണ്ടാവുന്ന ഒരു തുലനാവസ്ഥ അല്ലെങ്കിൽ വേർതിരിവില്ലാത്ത ഒരു സിറ്റുവേഷൻ അത് കീപ്പ് ചെയ്യുക, അതുപോലെ ഒരു ഡിസ്പാരിറ്റി ഇല്ലാതിരിക്കുക, ആ രീതിയിലുള്ളതൊക്കെ ഫോളോ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു കേസില് എന്താണ് ഇൻ ദ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയറിൽ പറയുന്നത്. ഒരു വേർതിരിവും ഇല്ലാതെ ഈ ഒരു ഫെസിലിറ്റീസ്, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ എന്നുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് നാലാമത്തെ ഫാക്ടർ ആയിട്ട് പറയുന്നത് ഇൻ ഹൗസിംഗ് ഫാക്ടർ. ഹൗസിംഗ് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഹാസ് റിന്യൂഡ് ഇറ്റ്സ് എഫേർട്സ് ബൈ എന്താ ചെയ്യുന്നത്? ബൈ അഡോപ്റ്റിംഗ് ദ നാഷണൽ ഹൗസിംഗ് പോളിസി ഇൻ 1998. അതായത് നാഷണൽ ഹൗസിംഗ് പോളിസി 1998 നാഷണൽ ഹൗസിംഗ് പോളിസിയിലൂടെ എന്താ ചെയ്യുന്നത്? ഗവൺമെന്റ് ഹാസ് റിന്യൂഡ് ദ എഫേർട്സ് ബൈ അഡോപ്റ്റിംഗ് ദ ഹൗസിംഗ് ഫെസിലിറ്റീസ്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് പോളിസി. ഏത് പോളിസിയാണ്? നാഷണൽ ഹൗസിംഗ് പോളിസി ഇൻ 1998. But the basic objective of this policy is to achieve sustainable development of housing infrastructure through public-private partnership. അപ്പൊ ഇവിടെ ഈ ഒരു പോളിസിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? The objective of this policy is to achieve the sustainable development. അതായത് വളരെ നല്ല രീതിയിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വികസനം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്തിന്റെ പേരിലാണ്? ഇറ്റ്സ് അച്ചീവിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമുക്ക് വീടുമായി ബന്ധപ്പെട്ട മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങള് ഇതൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെ? ത്രൂ ദ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഹൗസിംഗ് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിന്റെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക, അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഹൗസിംഗ് പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അപ്പൊ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് പോളിസി ഈസ് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ്
ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ത്രൂ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. മാക്രോ ലെവൽ പ്ലേസ് ആൻഡ് ഇമ്പോർട്ടന്റ് ലെവൽസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താണ് പ്രയോറിറ്റി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏതൊക്കെ? പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ദെൻ സെക്കൻഡ് വൺ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ, തേർഡ് വൺ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ, ദെൻ നെക്സ്റ്റ് ഹൗസിംഗ്. 4 എണ്ണമായല്ലോ. അപ്പൊ മൈക്രോ ലെവലിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ അതെന്താണ്? കൺട്രോളബിൾ ആണ്. വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് കൺട്രോളബിൾ ഫാക്ടേഴ്സ്. പക്ഷെ ഇപ്പൊ പറഞ്ഞത് ഏതെല്ലാം? അൺകൺട്രോളബിൾ ആണ്, കൺട്രോളബിൾ അല്ല. മാക്രോ ലെവൽ പ്ലേസ് ആൻഡ് ഇമ്പോർട്ടന്റ് ലെവൽസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു. പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ, ദെൻ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ, പിന്നെ അതുപോലെ 4-മത്തത് ഹൗസിംഗ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങള്. ദെൻ അപ്പോ 2 കാര്യങ്ങൾ പറഞ്ഞു, മൈക്രോ മേക്രോ അല്ലെ. മൈക്രോ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? മൈക്രോ ലെവൽസ് ഇൻക്ലൂഡ്സ് ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ്, സ്കിൽസ്, സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്, ട്രേഡ് യൂണിയൻസ് എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? മൈക്രോ ലെവൽസിലെ വരുന്നതാണ്. ഓക്കെ, ഇനി ഇത്രയും ഈ ഒരു മാക്രോ ലെവൽസിലുള്ള പോയിന്റ്സ് പറഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. മാപ്പിംഗ് നെക്സ്റ്റ് വരുന്നത്, നെക്സ്റ്റ് ടേം ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന മറ്റൊരു ടേം ആണ് മാപ്പിംഗ്. ചെറിയ ചെറിയ ടേംസ് ആയിട്ടാണ് വരുന്നത്. മാപ്പിംഗ് എന്ന് പറയുമ്പോൾ മാപ്പിംഗ് മീൻസ് ലിങ്കേജ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് ഡാറ്റ. ഇവിടെ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ 2 സെറ്റ്സ് ഡാറ്റയെ ലിങ്ക് ചെയ്യിക്കുന്നത് എന്താണോ അതാണ് എന്ത്? മാപ്പിംഗ് എന്ന് പറയുന്നത്. മാപ്പിംഗ് മീൻസ് ലിങ്കേജ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് ഡാറ്റ. ഇറ്റ് ക്യാൻ ബി 1 to 1, 1 to many or many to many. അതെങ്ങനെയാ വരിക? 1 to 1, പിന്നെ 1 to many, then many to many. ഇവിടെ എന്താണ്? അപ്പൊ ഈ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ മാപ്പിംഗ് മീൻസ് ലിങ്കേജ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് ഡാറ്റ. 2 സെറ്റ്സ് ഓഫ് ഡാറ്റയെ ലിങ്ക് ചെയ്യിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇറ്റ് ക്യാൻ ബി 1 to 1 എന്ന് പറയും, പിന്നെ 1 to many എന്ന് പറയും, പിന്നെ many to many എന്ന് പറയും. ഇതൊക്കെ എന്താണ്? മാപ്പിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ഏജ് ഗ്രൂപ്പ് പ്രിഫറൻസ്. ഏജ് ഗ്രൂപ്പ് പ്രിഫറൻസ്. ഇവിടെ ഏജ് ഗ്രൂപ്പ് പ്രിഫറൻസ് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് ഇൻ മെനി ഓർഗനൈസേഷൻ എന്താ പറയാ, ഒട്ടനവധി സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഈസ് ദ പ്രിഫേർഡ് ടു ദ അതർ ഏജ് ഗ്രൂപ്പ്സ് ഫോർ ദ സ്റ്റാഫിംഗ് വാക്കൻസീസ്. അതായത് ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഏജ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ടാണ് ഈ ഒരു വാക്കൻസി ഫിൽ ചെയ്യുന്ന സമയത്ത് പറയുന്നത്. ഐഡിയ ഓഫ് ദ പ്രിഫറൻസ് ഫോർ എ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് കൺസിഡറേഷൻസ്. അതായത് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു തന്നത്. ഞാൻ പറയാൻ പോകുന്ന ചില എന്താ പറയാ കൺസിഡറേഷൻസ് വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ അതിന്റെ ഏജ് ഗ്രൂപ്പ് പരിഗണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഫോളോയിങ് കൺസിഡറേഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. അതായത് സർവീസിൽ കയറി കഴിഞ്ഞാൽ ഇനി അയാൾക്ക് എത്ര വർഷം സർവീസ് കിട്ടും, അതൊരു ഫാക്ടറാണ്. ഏജ് ഗ്രൂപ്പ് പരിഗണിക്കേണ്ട ഒരു കാര്യമായിട്ട് വരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ ചില കാരണങ്ങൾ പറയുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഇയർ ഓഫ് സർവീസ്. എത്ര വർഷത്തെ സർവീസ് അയാൾക്ക് ഉണ്ടാവും. ദെൻ സെക്കൻഡ് വൺ, പ്രൊഫഷണൽ സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് റിക്വയർഡ് മാൻ പവർ ഇൻ ഫ്യൂച്ചർ. പ്രൊഫഷണൽ സോഴ്സ് ഓഫ് സപ്ലൈ, അതായത് ഇവിടെ ഡിമാൻഡ് ഉണ്ടാവുമ്പോൾ എന്ത് വേണം? സപ്ലൈ ഉണ്ടാവണം അല്ലെ. ഈ സപ്ലൈ ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കണം? ഒരു റിസോഴ്സസ് മാൻ പവർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി, ഉദ്ദേശിക്കുന്ന എല്ലാ തരത്തിലുള്ള കഴിവുകളും ആർക്കുണ്ടായിരിക്കണം? ആ സമയത്ത് സപ്ലൈ ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഒന്ന് പറയുന്ന പ്രൊഫഷണൽ സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് എന്താണ് റിക്വയർഡ് മാൻ പവർ ഇൻ ഫ്യൂച്ചർ. ഭാവിയിലെ ആവശ്യമുള്ളത്ര മാൻ പവറിനെ നമുക്ക് ഉണ്ടാവാൻ അത്തരത്തിലുള്ള പ്രൊഫഷണൽ മാൻ പവേഴ്സിനെ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ്, പേഴ്സണലി ഡൈനാമിസം, ഇനീഷ്യേറ്റീവ്, ചാലഞ്ചിങ് ആറ്റിറ്റ്യൂഡ് എക്സെട്ര. ഇതൊക്കെ പേഴ്സണലി വരുന്നതാണ്. ഓരോ ഏജ് ഗ്രൂപ്പ് ഏജ് പരിഗണിക്കുന്ന സമയത്ത് ഏജിനനുസരിച്ച് ഇതൊക്കെ ചില സമയത്ത് മാറും അല്ലേ.
ഓരോ മെച്യൂരിറ്റി വരുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, ഡൈനാമിസം, അതുപോലെ ഇനീഷ്യേറ്റീവ്, ചാലഞ്ചിങ്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കും. അതും ഒരു ഫാക്ടറായിട്ട് വരികയാണ്. അപ്പൊ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. ദെൻ സെക്കൻഡ് വൺ പ്രൊഫഷണൽ സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് റിക്വയർഡ് മാൻ പവർ ഇൻ ഫ്യൂച്ചർ. ദെൻ തേർഡ് വൺ പേഴ്സണലി, ഡൈനാമിസം, ഇനീഷ്യേറ്റീവ്, ചാലഞ്ചിങ്, ആറ്റിറ്റ്യൂഡ്, എക്സെട്ര. ഓക്കെ. അപ്പൊ ഏജ് ഈസ് യൂസ്ഡ്, ഏജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഏജ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡെക്സ് ഓഫ്, ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ എന്തിന്റെയെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ, ഒരു എന്താണ് അതിന്റെ റെപ്രസെന്റേഷൻ, സൂചിക എന്നൊക്കെ ആയിട്ട് പറയും. അപ്പൊ ഏജ് ഈസ് യൂസ്ഡ് ആസ് an index of staminated flexibility and for determining the possible length of service before retirement. അപ്പൊ ഇവിടെ ഏജ് എന്ന് പറയുമ്പോൾ ഏജ് ഇൻഡെക്സ് ചെയ്യുന്നത്, ഏജിനെ എങ്ങനെയാ സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് സ്റ്റാമിനേറ്റഡ് ഫ്ലെക്സിബിലിറ്റി. അതായത് നമുക്ക് ഉണ്ടാവുന്ന, ഓരോ ഹ്യൂമൻ ബോഡിക്ക് ഉണ്ടാവുന്ന അവരുടെ ഫ്ലെക്സിബിലിറ്റി, അവരുടെ ഫിസിക്കലി ഉണ്ടാവുന്ന ഫ്ലെക്സിബിലിറ്റി, ആൻഡ് ഫോർ ഡിറ്റർമിനിങ് ദ പോസിബിൾ ലെങ്ത് ഓഫ് സർവീസ് ബിഫോർ റിട്ടയർമെന്റ്. അതായത് റിട്ടയർമെന്റിന് മുമ്പേ എത്ര വർഷത്തെ സർവീസ് അവർക്ക് കിട്ടും, ലഭിക്കും എന്നുള്ളതിന്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഏജ് ഇൻഡെക്സ് ചെയ്യുന്നത്. അപ്പോൾ although the empirical support as such available to relate promotion to preference say for the age group, then many organizations as a matter of policy then follow some norms regarding the age group staffing of the certain vacancies from the in this company. മാത്രല്ല, in some cases where the existing employees, ചില സമയത്ത് ചില ഘട്ടത്തില് നിലവിലുള്ള എംപ്ലോയീസ്, എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഓൾസോ കോണ്ടസ്റ്റ് വിത്ത് ദ ഔട്ട്സൈഡേഴ്സ് ഫോർ എ പർട്ടിക്കുലർ വാക്കൻസി, സം റിലാക്സേഷൻ ഇൻ ഏജ് ഈസ് ഗിവൻ ടു ദം. അപ്പൊ അവിടെ നമ്മൾ ചില നിലവിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് ഓൾസോ കണ്ടക്ട് വിത്ത് ദ ഔട്ട്സൈഡേഴ്സ്. അവരെന്ത് ചെയ്യുന്നു? ഔട്ട്സൈഡേഴ്സിനെ പരിഗണിക്കുന്നു ഫോർ എ പർട്ടിക്കുലർ വാക്കൻസി. ചില സമയത്ത് അവരുടെ പേഴ്സണലി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഔട്ട്സൈഡേഴ്സിനെ താൽക്കാലികമായിട്ട് നിയമിക്കുന്നു. സം റിലാക്സേഷൻ ഇൻ ഏജ് ഈസ് ദ ഗിവൻ ടു ദം. അപ്പൊ ഇതൊരു ഏജ് ഗ്രൂപ്പ് പ്രിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്നുള്ളത് വെളിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കോമ്പിറ്റൻസി മാപ്പിംഗ്. കോമ്പിറ്റൻസി മാപ്പിംഗ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് മാപ്പിംഗ് എന്താന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ ഏജ് ഗ്രൂപ്പ് പ്രിഫറൻസ് പറഞ്ഞു. ഇനി പറയുന്നത് കോമ്പിറ്റൻസി മാപ്പിംഗ് ആണ്. കോമ്പിറ്റൻസി മാപ്പിംഗ് എന്ന് പറയുമ്പോ ഇവിടെ കോമ്പിറ്റൻസി മാപ്പിംഗ് ഈസ് എ മാപ്പ് ടു, അവിടെ എന്താ ചെയ്യുന്നത്? ഇതൊരു മാപ്പാണ്. ആ മാപ്പിൽ എന്താ ചെയ്യുന്നത്? ടു ഡിസ്പ്ലേ എ സെറ്റ് ഓഫ് കോമ്പിറ്റൻസീസ്. ഈ കോമ്പിറ്റൻസി മാപ്പിംഗിൽ എന്താ ചെയ്യുന്നത്? ടു ഡിസ്പ്ലേ, എന്താ ഡിസ്പ്ലേ ചെയ്യുന്നത്? എ സെറ്റ് ഓഫ് കോമ്പിറ്റൻസീസ്. അതായത് എന്തൊക്കെയാണോ കോമ്പിറ്റൻസീസ് ഉള്ളത്, സെറ്റ് ഓഫ് കോമ്പിറ്റൻസി ഡിസ്പ്ലേ ചെയ്യുന്ന മാപ്പാണ് ഏത്? കോമ്പിറ്റൻസി മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കോമ്പിറ്റൻസി മാപ്പിംഗ് ഈസ് എ മാപ്പ് ടു ഡിസ്പ്ലേ എ സെറ്റ് ഓഫ് കോമ്പിറ്റൻസീസ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്ക്രൈബ് ആൻ ഐഡിയൽ വർക്ക് ഫോഴ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു മാപ്പിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരു വർക്ക് ഫോഴ്സ് എങ്ങനെ, അതായത് ലേബേഴ്സ് ആണെങ്കിലും ലേബേഴ്സ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് എന്താണോ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയൽ പിക്ചർ നമുക്ക് അതിൽ ഡിസ്ക്രൈബ് ചെയ്തതായിട്ട് കാണാം. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ എംപ്ലോയീസ് ആണ്, എവിടെയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഡിസ്പ്ലേ ചെയ്തതായിട്ട് കാണാം. ഇറ്റ് ഈസ് ഓൾവേസ് ഡൺ ഇൻ ദ ഡിഫൈൻഡ് ജോബ് കോണ്ടെക്സ്റ്റ്. Then the set of approaches, ഇവിടെ പറയുന്നു കോമ്പിറ്റൻസി മാപ്പിംഗ് ഈസ് എ മാപ്പ് ടു ഡിസ്പ്ലേ സെറ്റ് ഓഫ് കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ സെറ്റ് ഓഫ് കോമ്പിറ്റൻസീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സെറ്റ് ഓഫ് കോമ്പിറ്റൻസിയിൽ വരുന്നത്? അതിൽ ഫസ്റ്റ് വൺ, ദ വർക്ക് ഫോഴ്സ് സ്കിൽസ് അനാലിസിസ്. Set of competencies is a set of approaches like the workforce skills analysis. Then second one, job analysis. Third one, supply and demand analysis, gap analysis and situation analysis. These are the set of approaches or set of competencies in the competency mapping. So the competency mapping is a map to display a set of competencies.
It helps to describe an ideal workforce. It is always done in the defined to the job context and is including the set of approaches like ഏതൊക്കെയാണ് സെറ്റ് ഓഫ് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ വർക്ക് ഫോഴ്സ് സ്കിൽസ് അനാലിസിസ്. വർക്ക് ഫോഴ്സ് സ്കിൽസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഈ സ്കിൽസ് അനാലിസിസ് കൊണ്ട് ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്ക്രൈബ് സ്കിൽസ് റിക്വയർഡ് ടു ക്യാരി ഔട്ട് എ ഫംഗ്ഷൻ. ഒരു ജോലി ചെയ്യാൻ, ഒരു ഫംഗ്ഷൻ അത് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കഴിവുകൾ, എന്തൊക്കെ സ്കിൽസ് അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് സ്കിൽസ് അനാലിസിസ്. Then second one, job analysis. Job analysis focus on task, responsibilities, knowledge and skill requirements which are required for the successful job performance. ഒരു ജോബ് പെർഫോമൻസിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ദ ടാസ്ക്, റെസ്പോൺസിബിലിറ്റീസ്, നോളജ് ആൻഡ് സ്കിൽ റിക്വയർമെന്റ്സ് എക്സെട്ര. Then third one, supply and demand analysis. Supply and demand analysis എന്ന് പറയുമ്പോൾ supply analysis is done considering workforce demographic occupations, grades, structure, experiment, race, origin, gender, age, etc. Then demand analysis എന്ന് പറയുമ്പോൾ it helps to identify workforce of the future. അതായത് ഫ്യൂച്ചറിൽ ഇനി എത്ര ലേബർ ഫോഴ്സ് വേണമെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ ഇൻ വിത്ത് ദ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് ഗാപ്പ് അനാലിസിസ്. ഗാപ്പ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡൺ ത്രൂ സൊല്യൂഷൻ അനാലിസിസ്. ഗാപ്പ് അനാലിസിസ് ഇസ് ഡൺ ത്രൂ സൊല്യൂഷൻ അനാലിസിസ്. സൊല്യൂഷൻ അനാലിസിസിലൂടെയാണ് ഈ രീതിയിലേക്ക് വരുന്നത്. ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ബോത്ത് ഓൺ ഗോയിങ് ആൻഡ് പ്ലാൻഡ് ചേഞ്ചസ് ഇൻ ദ വർക്ക് ഫോഴ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, സിറ്റുവേഷൻ അനാലിസിസ്. Situation analysis is also ways from the different options to get the work done, either considering institutional or conceptual employment. അത് ആ രീതിയിലെ എന്താണ് കൺസിഡറിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ കോൺസെപ്ച്വൽ എംപ്ലോയ്മെന്റ്, ഇത് രണ്ടിനെയും പരിഗണിച്ചുകൊണ്ടുള്ള ഇറ്റ്സ് ദ ഡിഫറെന്റ് ഓപ്ഷൻസ് ടു ഗെറ്റ് വർക്ക് ഡൺ. ഇറ്റ്സ് നോൺ ആസ് ദ സിറ്റുവേഷൻ അനാലിസിസ്. അപ്പൊ ഇതിലെ കോമ്പിറ്റൻസി മാപ്പിംഗ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോമ്പിറ്റൻസി മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മാപ്പ് ടു ഡിസ്പ്ലേ എ സെറ്റ് ഓഫ് കോമ്പിറ്റൻസീസ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്ക്രൈബ് an ideal workforce. Then the following is the set of approaches or competencies like the workforce skills analysis, job analysis, supply and demand analysis, gap analysis and last one situation analysis. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ദെൻ ഒരു ചെറിയ ഭാഗം കൂടെ കഴിഞ്ഞാല് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂള് അവസാനിക്കും. അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂള് തീർക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ വൈകിട്ട് ചെയ്യാണ് ക്ലാസ്. ഓക്കെ.